السلام عليكم ورحمة الله. كتب 16. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. والفرق بينهما, എന്നാൽ ഇവർ രണ്ടുപേരുടെയും ഇടയിലുള്ളതായ വ്യത്യാസമാകുന്നത് അവരുടെ ഹുക്കമായിന്റെയും ഇമാമുർ റാസിയുടെയും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം. അതായത് നമ്മൾ പറഞ്ഞല്ല, ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം തസ്ദീഖ് എന്നുള്ളത് ഹുക്മു ഫഖത്ത് ആണ്. അതേപോലെ തന്നെ ഇമാമുർ റാസിയുടെ അഭിപ്രായ പ്രകാരം 3 തസവ്വുറും ഹുക്കുമും കൂടിയതായ മജ്മുഈനിക്കാണ് തസ്ദീഖ് എന്ന് പറയപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു. എന്നാൽ ഇവരുടെ ഈ ഹുക്കമായിന്റെയും അതുപോലെ തന്നെ ഇമാമുർ റാസിയുടെയും ഇടയിലുള്ളതായ വ്യത്യാസം എവിടെയാണ്? ഇതാണ് നമ്മുടെ അടുത്ത ചർച്ച. വൽ ഫർഖു ബൈനഹുമാ, ഇവർ രണ്ടുപേരുടെയും രണ്ടുപേരുടെയും ഇടയിലുള്ളതായ അഭിപ്രായ വ്യത്യാസമാകുന്നത് ഇടയിലുള്ളതായ വ്യത്യാസം മിൻ വുജൂഹിൻ, പല രൂപത്തിലാണ്. അഹദുഹ, ആ രൂപത്തിൽപ്പെട്ട ഒരു രൂപം അന്നത്തസ്ദീഖ ബസീത്തുൻ, തസ്ദീഖ് എന്നുള്ളത് അത് ബസീത്താണ്. അല മദ്ഹബിൽ ഹുക്കമായി, ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം അത് തസ്ദീഖാണ്, അത് ഇപ്പൊ വസീത്തയാണ്. കാരണം ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഹുക്മ് മാത്രമാണല്ലോ. അതായത് നിസ്ബ വാക്കിയാണ്, എങ്കിൽ നിസ്ബ വാക്കിയല്ല എന്നത് കൊണ്ടുള്ള ഇതറാക്ക് അത് മാത്രമാണല്ലോ. അപ്പൊ ഹുക്മ് മാത്രം. അപ്പൊ അത് സത്യത്തിൽ അപ്പൊ അതടിസ്ഥാനത്തിൽ പറയുമ്പോൾ തസ്ദീഖ് ബസീത്തയാണ്. ബസീത്ത എന്ന് പറഞ്ഞാൽ ജുസില്ല, ജുസില്ലാത്തതായ ഒന്നാണ്. എന്നാൽ മുറക്കബുൻ അലാ റഅയിൽ ഇമാമി, ഇമാമുർ റാസിയുടെ അഭിപ്രായ പ്രകാരം അത് മുറക്കബാണ്. കാരണം മുറക്കബ് എന്ന് പറയുന്ന 3 തസവ്വുർ വേണം, അപ്രകാരം തന്നെ ഹുക്മ് വേണം. ഇതെല്ലാം കൂടിയതിനേക്കാണ് പിന്നെ തസ്ദീഖ് എന്ന് എന്നാണ് ആരുടെ അഭിപ്രായ പ്രകാരം പറയാം? അതായത് പിന്നെ ഹുക്കമായിന്റെ അഭിപ്രായം എങ്കിൽ. അപ്പം ഇപ്പൊ 2 പേർക്ക് മനസ്സിലായില്ലേ? അതായത് തസ്ദീഖ് ബസീത്തയാണ്. പിന്നെ ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം ഇമാമുർ റാസിന്റെ അഭിപ്രായ പ്രകാരം തസ്ദീഖ് എന്നുള്ളത് മുറക്കബാണ്. വസാനീഹിമ, എന്നാൽ ഈ പറയുന്നവരുടെ ഇടയിലുള്ള വസാനീഹ, ഈ രണ്ടാമത്തെ രൂപം, ഫർഖിനിക്ക് പല രൂപങ്ങളുണ്ട്. രണ്ടാമത്തെ രൂപമാകുന്നത് അന്ന തസവ്വുറ തർഫൈനിയെ തസവ്വുറാക്കൽ, മഹ്കൂമു അലൈഹി മഹ്കൂം ബിഹി വൻ നിസ്ബത്തി, നിസ്ബത്തുൽ ഹുക്മിയെയും തസവ്വുറാക്കൽ, അത് ഷർത്താണ്. അത് തസ്ദീഖിനുള്ളതായ ഷർത്ത് ആണ്, തസ്ദീഖിനുള്ളതായ ഷർത്ത് ആണ്. അതോടുകൂടി ഖാരിജുൻ അന്നു, തസ്ദീഖിന്റെ ദാത്തിനെ തൊട്ടത് ഖാരിജാണ്. കാരണം ഷർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഷർത്ത് എന്ന് പറഞ്ഞാൽ ദാത്തിനെ തൊട്ട് ഖാരിജും അതിൽ വാഖിയുമായ ഒന്നാണല്ലോ. ഒരു വസ്തുവിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ ഷർത്ത് അതിൽ പെട്ടതല്ല, പക്ഷെ ഖാരിജിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പിന്നെ ഈ തർഫൈനിയെ തസവ്വുറാക്കുക എന്നുള്ളതും നിസ്ബാനിയെ തസവ്വുറാക്കുക എന്നുള്ളതും തസ്ദീഖിനുള്ളതായ ഷർത്താണ്. അതോടുകൂടി അത് അതിനെ തൊട്ട് ഖാരിജിയായത് ഒന്നുമാണ്. ആരുടെ അഭിപ്രായ പ്രകാരം? അലാ ഖൗലിഹിം, ആരുടെ? ഈ ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം. ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം തർഫൈനിയെ തസവ്വുറാക്കലും നിസ്ബയൊക്കെ തസ്ദീഖിന് ഷർത്താണ്. കാരണം തസ്ദീഖ് അല്ല അത്, പക്ഷെ തസ്ദീഖ് ഉണ്ടാവാനുള്ള ഷർത്താണ് എന്ന് മാത്രം. ഇപ്പൊ നിസ്കാരം ഉണ്ടാവാനുള്ള ഷർത്താണ് വുളു എന്ന് പറയുമ്പോൾ തസ്ദീഖ് ഉണ്ടാവാനുള്ള ഷർത്താണ് ഏത്? 2 തർഫൈനിയെ തസവ്വുറാക്കലും നിസ്ബ തസവ്വുറാക്കലും.
അതോടുകൂടി തസ്ദീഖിന്റെ ദാത്തിനെ തൊട്ട് ഖാരിജ് വന്നത്. എന്നാൽ വശത്റുഹു, അതായത് തസ്ദീഖിന്റെ ഒരു ജുസ് ആണ്, ഒരു ഭാഗമാണ്. എങ്ങനത്തെ ഭാഗം? അദ്ദാഖിലു ഫീഹി, തസ്ദീഖിന് ദാഖിലായ ജുസ് ആണ്, ഖാരിജിയായ ജുസ് അല്ല. ഏത്? ഈ പറയപ്പെട്ട തർഫൈനിയെ തസവുറാക്കലും നിസ്ബയെ തസവുറാക്കലും ആരുടെ അഭിപ്രായ പ്രകാരം? അലാ ഖൗലിഹി, മഹാനായ ഇമാം റാസിയുടെ അഭിപ്രായ പ്രകാരം. അപ്പൊ ഇപ്പൊ പറഞ്ഞത്, അതായത് രണ്ടാമത്തെ ഫർഖ് പറഞ്ഞത്, അതായത് ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം തർഫൈനിയെ തസവുറാക്കലും നിസ്ബയെ തസവുറാക്കലും തസ്ദീഖിന്റെ ദാത്തിന് പെട്ടതല്ല, തസ്ദീഖിനെ തൊട്ട് ഖാരിജാണ്, അതോടുകൂടി തസ്ദീഖിനുള്ള ഷർത്തുമാണ് ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം. എന്നാൽ ഇമാം റാസിന്റെ അഭിപ്രായ പ്രകാരം ആ തസ്ദീഖിന്റെ ദാത്തിന് ദാഖിലായതായ ഒരു ജുസ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഫർഖ് അവിടെ കഴിഞ്ഞു. ഇനി വസാജിസുഹ, ഇനി മൂന്നാമത്തെ ഫർഖ് എന്താണ്? വസാജിസുഹ, മൂന്നാമത്തെ ഫർഖ് നഫ്സു തസ്ദീഖ്, അന്നൽ ഹുക്മ, ഹുക്മ് എന്ന് പറഞ്ഞാല് അത് നഫ്സു തസ്ദീഖി, തസ്ദീഖ് തന്നെയാണ്. അതാണല്ലോ, കാരണം അത്തസ്ദീഖ് ഹുവൽ ഹുക്മു എന്നല്ലേ ഹുക്കമാവ് പറയുന്നത്. അപ്പൊ ഹുക്കമാവിന്റെ അഭിപ്രായ പ്രകാരം ഹുക്മ് എന്ന് പറഞ്ഞ തസ്ദീഖിന്റെ ദാത്ത് അത് തന്നെ, തസ്ദീഖ് തന്നെയാണ് ഹുക്മ്. പിന്നെ എന്തല്ല, അതിനൊന്ന് വേർതിരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ആരുടെ അഭിപ്രായ പ്രകാരം? ഹുക്കമാവിന്റെ അഭിപ്രായ പ്രകാരം. എന്നാൽ ഇമാം റാസിന്റെ അഭിപ്രായ പ്രകാരം അതിന് ദാഖിലായ ജുസ് ആണ്. ഏത് ദാഖിലായത്? അതായത് ഈ തസ്ദീഖിന് പിന്നെ ഹുക്കമാവിന്റെ അഭിപ്രായ പ്രകാരം, പിന്നെ ഇമാം റാസിന്റെ അഭിപ്രായ പ്രകാരം തസ്ദീഖിന് ദാഖിലായ ജുസ് ആണ്. ഏത്? ഈ ഹുക്മ് എന്ന് പറയുന്നത്. എന്താ മൂന്നാമത്തെ വർക്ക് എന്ത് പറഞ്ഞു? ഹുക്മ് എന്ന് പറഞ്ഞാൽ തസ്ദീഖിന്റെ നഫ്സ് ആണ്. പിന്നെ ഹുക്കമാവിന്റെ അഭിപ്രായ പ്രകാരമെങ്കില് ഈ ഹുക്മ് എന്നുള്ളത് ദാഖിലായ ജുസ് ആണ്, തസ്ദീഖിൽ ദാഖിലായ ജുസ് ആണ് ഈ ബഹുമാനപ്പെട്ട പിന്നെ ഇമാം റാസിന്റെ അഭിപ്രായ പ്രകാരം. അതോടുകൂടി അവിടെ ഫർക്ക് മനസ്സിലായി. എന്ത്? ഇവർ തമ്മിലുള്ള ഫർക്ക് ഇവിടെ ഈ പറയപ്പെട്ട വിഷയങ്ങളിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേറൊരു ചർച്ച നടക്കാൻ പോവുകയാണ്, വേറെ ചെറിയ ഒരു വിശദീകരണം. അതായത് ഇവിടെപ്പോ നമ്മൾ പറഞ്ഞ ഇൽമിനിക്കുള്ളത് മഷ്കൂറായ തരീഫുണ്ട്. ഇവിടെപ്പം മുസനീഫ് പറഞ്ഞല്ലോ, അതായത് പൽ ഇൽമു ഇമ്മ തസവുറും ഫക്കത്ത് ഓവോ ഉസൂല് സൂറത്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല. പക്ഷെ അതല്ല, അതല്ല മഷ്ഹൂറായ വിശദീകരണം തഫ്സീർ. വേറൊരു മഷ്ഹൂറായ തഫ്സീറുണ്ട്. പക്ഷെ ആ മഷ്ഹൂറായ തഫ്സീറിനെ തൊട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു രൂപത്തിലേക്കാണ് തെറ്റിയത്. ആ തെറ്റുവാനുള്ള കാരണം എന്താണെന്നാണ് ഇനി ശാരിഹ് വിശദീകരിക്കാൻ പോകുന്നത്. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ മഷ്ഹൂറ, തീർച്ചയായിട്ടും മഷ്ഹൂറായ അഭിപ്രായം, ഫീമാ ബൈനൽ ഖൗമി, മനാത്തിക്കത്തിന്റെ ഇടയിലുള്ളതായ മഷ്ഹൂറായ അഭിപ്രായം, അന്നൽ ഇൽമ, തീർച്ചയായിട്ടും ഇൽമ്, അത് ഇമ്മാ തസവുറൻ, ഒരു പക്ഷേ അത് തസവുറാണ്, ഔ തസ്ദീഖുൻ, അല്ലെങ്കിൽ തസ്ദീഖാണ്. ഇതാണ് മഷ്ഹൂറായ തഖ്സീം. ഇൽമിനെ പിന്നെ തഖ്സീമാക്കിയ മഷ്ഹൂറായ തഖ്സീം ഇതാണിത്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് തസവുറാണ്, അല്ലെങ്കിൽ തസ്ദീഖാണ്. മുസന്നിഫ് റഹ്മത്തുള്ളാഹി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. മുസന്നിഫ് പറഞ്ഞ എന്താ? അൽ ഇൽമു ഇമ്മ തസവുറും ഫഖത്ത്, അല്ലേ? അൽ ഇൽമു ഇമ്മ തസവുറും ഫഖത്ത് വഹുവ സൂറത്ത് ശൈഇൻ ഫിൽ അഖ്ലി ഔ തസവുറും മഅഹു ഹുക്മുൻ. എന്നാണ് ആര് പറഞ്ഞത്? മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇനി വിശദീകരിക്കാൻ പോകുന്നു. വൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹ്, മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി, അദല അൻഹു, ഈ മഷ്ഹൂറായ തഖ്സീമിനെ തൊട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തെറ്റി. എങ്ങോട്ടാ തെറ്റിയത്? ഇത തസവുരി സാദജ്, തസവുർ സാദജിലേക്ക് എന്ത് ചെയ്ത് തെറ്റി. ഹുക്കുമില്ലാത്ത തസവുർ സാദജാൽ നമ്മള് തസവുർ ആ ഇമ്മ തസവുറും ഫക്കത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തസവുറും ഫക്കത്ത് എന്ന് സാദജാണ്, അതിന് വേറെ ഹുക്കുമൊന്നും ഉണ്ടാവൂല. തസവുർ സാദജ്
അപ്പൊ തസവൂർ സാധജിലേക്ക് എന്ത് ചെയ്ത് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തെറ്റി. എന്താണ് ഇതിന്റെ കാരണം? അതേപോലെ ഇപ്പൊ എന്താ പറഞ്ഞത്? ഇല തസവൂരി സാധജി. അതേപോലെ തന്നെ ഇല തസ്തീഖിലേക്കും എന്ത് ചെയ്ത് തെറ്റി. തസ്തീഖാണ് തസവൂറുമായ ഹുക്കും, അങ്ങനെ വർദ്ധിക്കുന്നത്. തസ്തീഖിലേക്കും തെറ്റി. അതായത് അൽഇൽമു ഇമ്മ തസവ്വുറും ഫഖത്ത്, അൽഇൽമു ഇമ്മ തസവ്വുറും ഫഖത്ത് ഔ തസവ്വുറുമായ ഹുക്കും. തസവ്വുറുമായ ഹുക്കും എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ തസ്തീഖ് എന്നുള്ളത് പറഞ്ഞില്ല. അപ്പൊ യുക്കാവിലി മജ്മൂഇ തസ്തീഖ് എന്ന് പറഞ്ഞല്ല, അതിനാണ് തസ്തീഖ് എന്ന് പറയാം. അപ്പൊ തസ്തീഖിലേക്ക് തസവ്വുറിലേക്ക് തെറ്റി, തസ്തീഖിലേക്കും തെറ്റി. ഇനി അങ്ങനെ തെറ്റാനുള്ള കാരണം എന്ത്? വസബബുൽ ഉദൂരി അൻഹു. ഈ മഷ്ഹൂറായ തഖ്സീമിൽ നിന്നും മുസന്നിഫ് റഹ്മത്തുള്ളാഹി തെറ്റുവാനുള്ള കാരണം വുറൂദുൽ ഇഅ്തിറാദി അല തഖ്സീമിൽ മഷ്ഹൂർ. നേരത്തെ പറഞ്ഞ മഷ്ഹൂറായ തഖ്സീമിന്റെ അടിസ്ഥാനത്തിൽ ചില ഇഅ്തിറാദുകൾ വരുന്നുണ്ട് എന്ന കാരണം കൊണ്ടാണ്. ചില ഇഅ്തിറാദുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. മനസ്സിലായില്ലേ? വുറൂദുൽ ഇഅ്തിറാദി അല തഖ്സീമിൽ മഷ്ഹൂരി എങ്ങനെ? മിൻ വജ്ഹൈനി, രണ്ട് രൂപത്തിലൂടെ ഉള്ളതായ ഇഅ്തിറാദ്, രണ്ട് വിധേനയുള്ള ഇഅ്തിറാദ് ഈ മഷ്ഹൂറായ തഖ്സീമിന്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. ഏതാണ് രണ്ട് രൂപത്തിലൂടെ ഉള്ളതായ പിന്നെ ഇഅ്തിറാദ്? അൽ-അവ്വലു, ഒന്നാമത്തേതായ രൂപം, അന്ന തഖ്സീമ, ഇവിടെയുള്ള ഈ മഷ്ഹൂറായ തഖ്സീം എന്നുള്ളത് അത് ഫാസിദ്, അത് ഫാസിദ. ഇവിടെ ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ എന്തെന്ന്? ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷ തസവ്വുറാണ്, തസ്തീഖാണ്. ആ ഇബാറത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, പിന്നെ വ്യക്തമാകുന്നുണ്ട് അതിലെന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന്. അതാണ് തഖ്സീം ഇവിടെ ഫാസിദാണ്. എന്താ ഫാസിദാന്ന് പറയാൻ കാരണം? ലി അന്ന അഹദൽ അംറൈനി ലാസിമുൻ, രണ്ടു വിഷയത്തിൽപ്പെട്ട ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട്. രണ്ടു കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഏതാണ് രണ്ടു കാര്യം? വഹുവ, അത് ഇമ്മ അൻ യകൂന ഖിസ്മു ശൈഇ ഖസീമല്ലോ, ഒരു വസ്തുവിനുക്കുള്ള ഖിസ്മ്, ഒരു വസ്തുവിനുക്കുള്ളതായ ഖിസ്മ് സത്യത്തിൽ പറഞ്ഞാൽ ഖസീമല്ലഹു, ആ വസ്തുവിന്റെ ഖസീമാവുക. വിശദീകരണം വരുന്നുണ്ട്. ഒരു വസ്തുവിന്റെ ഖിസ്മ് ഖസീമാവുക, അല്ലെങ്കിൽ ഔ യകൂന ഖസീമു ശൈഇ ഖിസ്മൻ മിൻഹു, ഒരു വസ്തുവിന്റെ ഖസീമ് ഖിസ്മാവുക. എന്താണ് ഈ ഖസീമും ഖിസ്മും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ? കലിമത്ത് ഇസ്മുമാണ്, ഫീലുമാണ്, ഹർഫുമാണ്. അൽ കലിമത്ത് ഇസ്മുൻ വ ഫീലുൻ വ ഹർഫ്, അല്ലേ? കലിമത്ത് ഇസ്മുമാണ്, ഫീലുമാണ്, ഹർഫുമാണ്. അപ്പൊ ഈ കലിമത്ത് എന്നുള്ളത് മഖ്സമാണ്. കലിമത്ത് എന്നുള്ളത് മഖ്സമാണ്. ഇസ്മ, ഫിഇല്, ഹർഫ് എന്നുള്ളത് ഓരോരോ ഇസ്മുകളാണ്. എന്നാൽ ഈ പറയപ്പെട്ട ഇസ്മിനെ ഫീലിലേക്ക് ചേർക്കുമ്പോഴും ഫീലിനെ ഇസ്മിലേക്ക് ചേർക്കുമ്പോഴും അവകൾ ആ ഇസ്മുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുമ്പോൾ ഖസീമ് ഖസീമ് എന്നെന്ത് ചെയ്യും? പേര് പറയപ്പെട്ടു. ഖസീമ് ഖസീമ് എന്നെന്ത് ചെയ്യും? പേര് പറയപ്പെട്ടു. യാ അല്ലാഹ്, അതാ നമ്മൾ പറഞ്ഞ ഒരു വസ്തുവിന്റെ ഖസീമ് കിസ്മാവും ഒരു വസ്തുവിന്റെ കിസ്മ് ഖസീമാവും. വഹുമാ ബാത്തിലാനി, അത് രണ്ടും ബാത്തിലാണ്, അത് രണ്ടും ബാത്തിലാണ്. ഇനി വിശദീകരിക്കാൻ പോണെന്താണ്? ഒരു വസ്തുവിന്റെ കിസ്മ ഖസീമാവുക, ഒരു വസ്തുവിന്റെ ഖസീമ് കിസ്മാവുക, അതെങ്ങനെയെന്ന് പറയാൻ പോവുകയാണ്. അപ്പൊ അതാരിക്ക, അത് ഒരു വസ്തുവിന്റെ കിസ്മ ഖസീമാവലും ഒരു വസ്തുവിന്റെ ഖസീമ് കിസ്മാവലും എങ്ങനെ? അന്ന തസ്തീഖ. തസ്തീഖ് എന്ന് പറഞ്ഞാല് അന്ന തസ്തീഖ, തസ്തീഖ് എന്ന് പറഞ്ഞാല് ഇൻകാന ഇബാറത്തൻ, അത് പറയപ്പെടുന്നതാണെങ്കിൽ അനി തസവ്വുരി മഅൽ ഹുക്മി, ഹുക്കുമോട് കൂടിയുള്ളതായ തസവ്വുറിനെ സംബന്ധിച്ച് അത് നമ്മൾ പറയപ്പെടുകയാണെങ്കിൽ, അപ്പൊ തസ്തീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തസവ്വുറുണ്ട്, ഹുക്കുമുണ്ട്. അപ്പൊ ഹുക്കുമോട് കൂടിയുള്ള തസവ്വുറാണ് ഏത്? തസ്തീഖ്. അപ്പൊ തസ്തീഖിൽ ഏത് വേണം? തസവ്വുറും വേണം, ഹുക്കുമും വേണം, അല്ലേ? തസവ്വുറും വേണം, ഹുക്കുമും വേണം. അപ്പൊ എന്ത് വന്ന് വത്തസവ്വുറു മഅൽ ഹുക്മി, ഈ തസവ്വുറു മഅൽ ഹുക്മി എന്ന് പറഞ്ഞ കാര്യം അത് കിസ്മും മിന തസവ്വുരി,
അത് തസവൂരിൽപ്പെട്ടൊരു കിസ്മാണല്ലോ. തസവൂർ 2 രൂപത്തിലുണ്ടല്ലോ അല്ലേ? തസവൂർ 2 രൂപത്തിലുണ്ട്. തസവൂറും മഅൽ ഹുക്മുണ്ട്, തസവൂറും ഫഖത്തും ഉണ്ട്. തസവൂറും മഅൽ ഹുക്മുണ്ട്, തസവൂറും ഫഖത്തും ഉണ്ട്. ഇവിടെ തസവൂറും മഅൽ ഹുക്മു എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ അത് എന്തായി വരികയാണ്? തസവൂറിൽപ്പെട്ടതായ ഒരു കിസ്മ് ആയിട്ട് വരികയാണ്. ഒരു കിസ്മായിട്ട് വരികയാണ്. ഫിൽ വാഖി യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. എന്നാൽ വഖദ് ജുഇല തീർച്ചയായിട്ടും എവിടെ ആക്കപ്പെട്ടിരിക്കുന്നു? ഫി തഖ്സീമി തഖ്സീമിൽ ആക്കപ്പെട്ടു. ഇതിനെന്തേത്? തഖ്സീമിൽ ആക്കപ്പെട്ടു. ഏത് തഖ്സീമ്? മഷ്ഹൂറായ തഖ്സീമില് കസീമല്ലഹു കസീമായിട്ട് കൊണ്ടുവന്നു. കാരണം എന്താ? ഇൽമ് എന്ന് പറഞ്ഞാല് ഒരു പറ്റ തസവൂറാണ്, അല്ലെങ്കിൽ തസ്തീഖാണ്. ഈ തസവൂർ തസ്തീഖ് തസവൂറിന്റെ കസീമാണല്ലോ തസവൂർ. അല്ല, തസവൂറിന്റെ കസീമാണല്ലോ തസ്തീഖ്. തസ്തീഖിന്റെ കസീമാണ് ഏത്? തസവൂർ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഈ തസ്തീഖ് ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? തസവൂർ വേണം. അപ്പൊ ഒരു വസ്തുവിന്റെ കിസ്മാകുന്ന തസവൂർ, ഒരു വസ്തുവിന്റെ കിസ്മായി വരുന്നതായ, ഒരു വസ്തുവിന്റെ കിസ്മാവുന്നതായ തസ്തീഖ് എന്ന വസ്തുവിന്റെ കിസ്മായതായ തസവൂർ. മനസ്സിലായില്ലേ? അപ്പൊ എന്തേപ്പ പറഞ്ഞത്? തസവൂർ മഅൽ ഹുക്മ്. തസ്തീഖ് എന്ന് പറഞ്ഞാല് തസവൂർ മഅൽ ഹുക്മ്. അതായത് തസവൂർ മഅൽ ഹുക്മിനെ സംബന്ധിച്ചാണ് തസ്തീഖ് എന്ന് പറയപ്പെടുന്നത്. വത്തസവൂർ തസവൂർ എന്ന് പറഞ്ഞാല് ഹുക്കുമോട് കൂടിയുള്ള തസവൂർ എന്ന് പറഞ്ഞാല് അത് തസവൂറിൽപ്പെട്ടൊരു കിസ്മാണ്. തസവൂർ രണ്ടിനുണ്ട്. തസവൂർ രണ്ടിനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തസവൂർ മഅൽ ഹുക്മും തസവൂറും ഫഖത്തും. തസവൂറും ഫഖത്തും. അവൻ സത്യത്തിന് പറഞ്ഞ ഈ തസവൂർ മഖ്സമാണ്. അവ തസവൂർ ആകുന്ന മഖ്സമിന്റെ കിസ്മുകളാണ് തസവൂറും ഫഖത്തും തസവൂർ മഅൽ ഹുക്മും അഥവാ തസ്തീഖ്. തസ്തീഖ് തസ്തീഖ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഈ തസവൂർ എന്ന് പറഞ്ഞത് സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ തസവൂർ എന്ന് പറയുന്നത് അതായത് തസവൂർ മഅൽ ഹുക്മ് എന്ന് പറയുന്നവ തസ്തീഖ്. തസ്തീഖ് എന്നുള്ളത് തസവൂറിൽപ്പെട്ടതായ ഒരു കിസ്മാണല്ലോ. തസവൂറിൽപ്പെട്ടതായ ഒരു കിസ്മാണ്. അപ്പം ഇവിടെ എന്ത് വന്നു? ആ തസവൂറിൽപ്പെട്ട കിസ്മാകുന്ന തസ്തീഖ് അഥവാ ഒരു വസ്തുവിന്റെ കിസ്മ് അത് കസീമായി വന്നു. എങ്ങനെ കസീമായി? കാരണം ഇമ്മാ തസവൂറുൻ ഔ തസ്തീഖുന്ന വന്നിരുന്നത്. ഒരുപക്ഷെ അത് തസ്തീഖാണ്, അല്ലെങ്കിൽ പിന്നെ തസവൂറാണ്. അപ്പൊ തസ്തീഖും തസവൂറും കസീമായിട്ട് വന്നില്ലേ? തസവൂറും തസ്തീഖും കസീമായി വന്നില്ലേ? തസവൂറിന്റെ കിസ്മാണല്ലോ ഏത്? തസ്തീഖ്. തസ്തീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തസവൂർ മഅൽ ഹുക്മാണ്. തസവൂർ മഅൽ ഹുക്മാണ്. ഈ തസവൂർ മഅൽ ഹുക്മ് എന്നുള്ളത് തസവൂറിന്റെ കിസ്മാണ്. തസവൂറിന്റെ എന്താണ്? കിസ്മാണ്. അപ്പൊ ഈ തസവൂറിന്റെ കിസ്മായപ്പോ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? തസവൂറിനെ കസീമാക്ക ചെയ്തിരിക്കുന്നത്. ഇവിടെ കസീമാക്ക ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ ഈ പറയപ്പെട്ട തസ്തീഖിന്റെ കസീമായിട്ടാണ് എലിനെ കൊണ്ടുവന്നത്, ഈ തസവൂറിനെ കൊണ്ടുവന്നത്. സത്യത്തിൽ ഈ തസ്തീഖിന്റെ അതായത് തസവൂറിൽ നിന്നുള്ള കിസ്മാണ് സത്യത്തിൽ ഏത്? തസ്തീഖിൽ അതായത് തസവൂറിൽ നിന്നുള്ള ഒരു കിസ്മാണ് സത്യത്തിൽ ഏത്? നമ്മൾ പറഞ്ഞ തസ്തീഖ്. അതായത് തസ്തീഖ് എന്നുള്ള തന്നെ അത് തസവൂർ മഅൽ ഹുക്മ് എന്നുള്ള തസ്തീഖ് അത് തസവൂറിൽപ്പെട്ടൊരു കിസ്മാണ്. അപ്പൊ ആ കിസ്മാകുന്ന തസ്തീഖ് തസവൂറിന്റെ ഏതായിട്ട് വന്ന്? കസീമായി വന്നു. എവിടെ? മഷ്ഹൂറ. അത് വഖദ് ജുഇല ഫി തഖ്സീമിൽ മഷ്ഹൂരി. അതായത് മഷ്ഹൂറായ തഖ്സീമില് ഈ തസവൂറിനെ തസവൂർ മഅൽ ഹുക്മിനെ ആക്കപ്പെട്ടു. എന്താക്കപ്പെട്ടു? അതായത് കസീമൻ, അതിനെ കസീമാക്കപ്പെട്ടു. മനസ്സിലായില്ല? അപ്പൊ എന്ത് വന്നു? ഫയകൂനു കിസ്മു ഷൈഇ ഒരു വസ്തുവിന്റെ കിസ്മ് ആയി. ഫയകൂനു കിസ്മു ഷൈഇ ഒരു വസ്തുവിന്റെ കിസ്മ് ആയി. കസീമല്ലഹു അതിന്റെ കസീമായി വന്നു. അതായത് തസവൂരിന്റെ ഒരു കിസ്മാണ് ഏത്? അതായത്
തസവൂരിന്റെ ഒരു കിസ്മാണ് ഏത് തസ്തീക്ക്? തസവൂരിന്റെ ഒരു കിസ്മാണ് ഏത് തസ്തീക്ക്? ആ തസ്തീക്ക് തസവൂരിന്റെ കസീമായി വന്ന് മഷൂറായ താരീഫിൽ. മനസ്സിലായില്ല? വഹുവൽ അംറുൽ അവ്വലു, അതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം പറയാൻ പോവുകയാണ്. വൈങ്കാന ഈ തസ്തീക്ക് ആയാലും ഇബാറത്തൻ അനിൽ ഹുക്മി, ഹുക്മിനെ തൊട്ട് പറയപ്പെടുന്നതായാലും, തസ്തീക്ക് എന്നുള്ളത് ഹുക്മിനെ തൊട്ടാണ് പറയപ്പെടുന്നത്. ആരുടെ അഭിപ്രായ പ്രകാരം? ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം. ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം തസ്തീക്ക് എന്ന് പറഞ്ഞാൽ ഹുക്കുമാണല്ലോ. അപ്പൊ ഹുക്കുമിനെ സംബന്ധിച്ചാണ് തസ്തീക്ക് എന്ന് പറയപ്പെടുന്നതെങ്കിൽ, ഈ വൽ ഹുക്കുമോ ഹുക്കുമു എന്ന് പറഞ്ഞാലോ അത് കിസ്മുല്ലി തസവുരി. ഹുക്കുമു എന്ന് പറയുന്നത് കസീമുല്ലി തസവുരി. അങ്ങനെയാണ്. ഹുക്കുമു എന്ന് പറയുന്നത് സത്യത്തില് തസവൂരിന്റെ കസീമാണ്. കാരണം തസവൂരിന്റെ കസീമാണ് ഏത്? ഹുക്കുമ്. തസവൂറിൽ ഹുക്കുമുണ്ടാവൂല. നേരെ മറിച്ചുകൊണ്ട് പിന്നെ തസ്തീക്കിൽ ഏതുണ്ടാവും? ഹുക്കുമുണ്ടാവും. ഇവിടെ ഇപ്പൊ ഹുക്കുമെന്ന് തസ്തീക്കാണല്ലോ. അപ്പൊ തസ്തീക്കിൽ ഹുക്കുമുണ്ടാവൂല, തസ്തീക്കിൽ ഹുക്കുമുണ്ടാവും. അതുകൊണ്ട് ഹുക്കുമെന്ന് പറഞ്ഞാൽ തസ്തീക്കാണ്, തസവൂർ ഇതുപോലെ. അപ്പൊ തസവൂരിന്റെ കസീമാണ് ഏത്? തസ്തീക്ക്. വന്നല്ല, തസവൂരിന്റെ കസീമായിട്ട് ഇവിടെ ഏത് വന്നു? തസ്തീക്ക് വന്നു. തസവൂരിന്റെ കസീമായിട്ട് ഇവിടെ ഏത് വന്ന്? തസവൂർ തസ്തീക്ക് വന്നു എന്ന വക്കത് ചോദില്ല. എന്താ ഈ പറയപ്പെട്ട തസ്തീക്കിന് ആക്കപ്പെട്ടു? എന്താക്കപ്പെട്ടു? ഫി തക്സീമി, മഷൂറായ തക്സീമില് ഖിസ്മം മിനൽ ഇൽമി, ഇൽമിൽപ്പെട്ട ഒരു കിസ്മാക്കപ്പെട്ടു. എന്താ? അൽ ഇൽമു ഇമ്മാ തസവൂറുൻ ഔ തസ്തീഖുൻ എന്നാ പറഞ്ഞത്. അൽ ഇൽമു ഇമ്മാ തസവൂറുൻ ഔ തസ്തീഖുൻ. അപ്പൊ ഇൽമിന്റെ ഒരു കിസ്മായിട്ടാണ് തസ്തീഖിനെ പറഞ്ഞത്. സത്യത്തിൽ ഈ തസ്തീഖ് ഏതാണ്? കസീമാണ്. അപ്പൊ അവിടെ കസീം എന്തായി വന്ന്? കിസ്മായി വന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇൽമി അജരി അങ്ങനത്തെ ഇൽമാണ്, തസവൂറാണ്. അപ്പൊ വയക്കൂന്ന് കസീമു ഷൈഇ, ഒരു വസ്തുവിന്റെ കസീം ആകുന്നതാണ്. അഥവാ തസവൂരിന്റെ കസീമാണ് തസ്തീഖ്. ആ തസ്തീഖ് ഇവിടെ ആകുന്നതാണ് കിസ്മ മിന്നു. ആ ഇൽമിൽപ്പെട്ടതായി കിസ്മായി വന്ന് ഇവിടെ പറഞ്ഞില്ലേ? അതായത് അൽ ഇൽമു ഇമ്മാ തസവൂറുൻ ഔ തസ്തീഖ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരു വസ്തുവിന്റെ കസീം ഒരു കിസ്മായി വന്നു. വഹുവൽ അംറു സാനി, ഇതാണ് രണ്ടാമത്തെ അംറ്. അപ്പൊ ഈ രണ്ട് കാരണം വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഇവിടെ മഷ്ഹൂറായ തഖ്സീമിനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പരിഗണിക്കാതെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞ വിഷയത്തിലേക്ക് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തെറ്റിയത്. എന്നാൽ ഇതിപ്പോ ഇത്തിറാദാണല്ല. ഏത് നമ്മൾ പറഞ്ഞതായ ഈ കസീം അല്ല, ഈ മഷ്ഹൂറായ തഖ്സീം, ഈ മഷ്ഹൂറായ തഖ്സീമിനൊക്കെ വന്ന ഒരു ഇത്തിറാദാണ്. എങ്കിൽ വഹാദൽ ഇത്തിറാദ് എന്ന ഈ ഇത്തിറാദ് ഇന്നമായരിതു, സത്യത്തിൽ ഇത്തിറാദ് വരുന്നത് ഇതാ കുസിമൽ ഇൽമു, ഇൽമിനെ സംശയിക്കപ്പെട്ടാലാണ് ഈ ഇത്തിറാദ് വരുന്നത്. എങ്ങോട്ട് പിന്നെ ഇൽമിനെ തഖ്സീമാക്കുക? ഇതാ മുത്തലക്ക് തസവൂരി വ തസ്തീഖ്, മുത്തലക്കു തസവൂറിലേക്കും തസ്തീഖിലേക്കും. അഥവാ പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ മഷ്ഹൂറായ തഖ്സീം പറഞ്ഞില്ലേ? അത് ഇൽമു ഇമ്മാ തസവൂറുൻ ഔ തസ്തീഖ് എന്ന് പറഞ്ഞില്ലേ? അപ്പം മുത്തലക്കു തസവൂറിലേക്കും തസ്തീഖിലേക്കും തഖ്സീമാക്കുമ്പോഴാണ് ഈ വിഷയം വരിക. കമാവുൽ മഷ്ഹൂറു അല്ല, കമാവുൽ മഷ്ഹൂറു, മഷ്ഹൂറായ തഖ്സീമിൽ അങ്ങനെയുള്ളത്, മഷ്ഹൂറായ തഖ്സീമിൽ അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. എന്നാലോ കുസിമൽമു, ഇനി എന്ത് ചെയ്ത്? ഇൽമിയെ തഖ്സീമാക്കപ്പെട്ടു. ഇത് തസവൂര് സാദജ്, നമ്മൾ പറഞ്ഞ തസവൂർ സാദജിലേക്ക്, അത് തസവൂറും പക്കത്ത്. അപ്പൊ ഈ തസവൂർ സാദജിലേക്കും പൈത തസ്തീഖ് അഥവാ മുസ്ലിം പറഞ്ഞ തസവൂർ മാവൂക്കും. അപ്പൊ തസവൂർ സാദജിലേക്കും തസവൂർ തസ്തീഖിലേക്കും അല്ല തസ്തീഖിലേക്കും അഥവാ തഖ്സീമാക്കപ്പെട്ടാൽ ഏതുപോലെ കമാബാലുൽ മുസന്നിഫ്, മുസന്നിഫ് റഹ്മത്തുള്ളാഹി അങ്ങനെ ചെയ്തത്. അപ്പൊ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ചെയ്തതുപോലെ അങ്ങനെ ആക്കുകയാണെങ്കിലോ ഫലാ ഉറൂദ ലഹു അലൈഹി, അപ്പൊ അതിനൊക്കെ മുസന്നിഫിന്റെ മേൽ ഒരു ഇത്തിറാദും വരൂല.
നേരെ മറിച്ചുകൊണ്ട് മഷ്ഹൂറായ തഖ്സീം എടുത്താല് മഷ്ഹൂറായ തഖ്സീമിനെ മുസ്ലിം റഹ്മത്തുള്ളാഹി ഇഖ്തിയാർ ചെയ്താല് ഈ പറയപ്പെട്ടതായ ഇഷ്കാൽ അവിടെ വരും. ഈ ഇഷ്കാൽ എന്ത് ചെയ്യും? അവിടെ വരും. അതാണ് അതിന്റെ കാരണം. എന്താ കാരണം? ഫലാവുറൂദലഹു, അപ്പൊ അവിടെ എന്ത് വരൂല? ഈത്തിറാദ് വരൂല. ലിഅന്ന നഫ്താഹു, കാരണം എന്താണ്? നമ്മള് മുഖ്താറാക്കും. എന്ത്? അന്ന തസ്ദീഖ, തീർച്ചയായിട്ടും തസ്ദീഖ് ഇബാറത്തുൻ, അത് പറയപ്പെടും. തസ്ദീഖ് എന്ന് പറഞ്ഞാല് ഇബാറത്തുൻ, അത് പറയപ്പെടും. തസവ്വുരി മഹൽ ഹുക്മി, അല്ലെ? തസവ്വുർ മഹൽ ഹുക്മിനെ സംബന്ധിച്ചാണ് എന്ത്? തസ്ദീഖ്. അതാണ് മുഖ്താറായ അഭിപ്രായം. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തസവ്വുർ മഹൽ ഹുക്മി. പിന്നെ ആര് പറഞ്ഞ പോലല്ല, ഉക്കമാവ് പറഞ്ഞ പോലല്ല. കാരണം ഉക്കമാവ് പറഞ്ഞ എന്താണ്? തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു ഹുക്മ് എന്നാണ് പിന്നെ ഹുക്കമാവ് പറഞ്ഞത്. അപ്പൊ ആ ഹുക്കമാവ് പറഞ്ഞ അഭിപ്രായമല്ല ഇവിടെ നമ്മൾ മുഖ്താറാക്കുന്നത്. പിന്നെ അപ്പൊ തസ്ദീഖ് എന്ന് പറഞ്ഞ ഇബാറത്തുൻ, അത് പറയപ്പെടും തസവ്വുറുമാകും. അപ്പൊ അതടിസ്ഥാനത്തില് കൗലുഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗല്, വത്തസവ്വുറു മഅൽ ഹുക്മി, വത്തസവ്വുറു മഅൽ ഹുക്മി, അതായത് തസവ്വുർ മഅൽ ഹുക്മി എന്ന് പറഞ്ഞതായ വിഷയം. തസവ്വുർ മഅൽ ഹുക്മി എന്ന് പറഞ്ഞത് അത് കിസ്മും മിന തസവ്വുരി, അവിടെ ചെറിയൊരു വിഷയം പറയാം. അത് തസവ്വുരിൽപ്പെട്ട കിസ്മാണല്ലോ. തസവ്വുരിൽപ്പെട്ടതായ ഒരു കിസ്മാണ്. അതായത് വത്തസവ്വുർ മഅഹു ഹുക്മു എന്ന് പറയുന്നത് തസവ്വുരിൽപ്പെട്ടൊരു കിസ്മാണ്. തസവ്വുരിൽപ്പെട്ടതായ ഒരു കിസ്മാണ് ഏത്? പിന്നെ തസവ്വുർ മഅഹു ഹുക്മു എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഈ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസവ്വുർ മഅൽ ഹുക്മിനെ തൊട്ട് പറയപ്പെടാനുള്ളതായ കാരണം അതാണ്. അതാണ് തസവ്വുർ മഅൽ ഹുക്മി ഖിസ്മുൻ മിന തസവ്വുരി എന്നാ കുൽന എന്ന് നമ്മൾ പറയും. എന്താ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ ഇത്തിറാദ് വന്നല്ലോ. ഏതിനെ പറ്റിയിട്ട്? ഈ ഒന്നാമത്തെ തഖ്സീം, അതായത് മഷ്ഹൂറായ തഖ്സീമിനെ പറ്റിയിട്ട് ഒരു ഇത്തിറാദ് വന്നല്ലോ. ആ ഇത്തിറാദിനെ പറ്റി ചെറിയ ഒരു വിലയിരുത്തൽ, ഒരു നിരൂപണം. എന്താ നിരൂപണം? ഇവ അന്ന തസ്ദീഖ് അലാ ഇന്നറത്തും ബിഹി, ഇന്നറത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇന്നറത്തും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിഹി അതായത് ഈ പറയപ്പെട്ടതായ തസവ്വുർ മഅൽ ഹുക്മു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു. എന്തുദ്ദേശിച്ച്? അന്നഹു ഖിസ്മുൻ മിന തസവ്വുരി സാദജി. മനസ്സിലായില്ല? അതായത് സാദജായ തസവ്വുരിൽപ്പെട്ട ഒരു കിസ്മാണ്. എങ്ങനെ? തസവ്വുർ സാദജിൽ നിന്നുള്ളതായ ഒരു കിസ്മാണ്. എങ്ങനത്തെ തസവ്വുർ സാദജാണ്? അൽ മുഖാബിലി, മുഖാബലയായി വരുന്ന ഏതിനോട്? തസ്ദീഖിനോട്. മനസ്സിലായ? അപ്പൊ തസ്ദീഖിനോട് മുഖാബലയായി വരുന്ന തസവ്വുർ സാദജ്. കാരണം തസ്ദീഖിൽ ഹുക്മുണ്ടാവൂല, തസവ്വുർ സാദ, തസ്ദീഖിൽ ഹുക്മുണ്ടാവും, തസവ്വുർ സാദജിൽ ഹുക്മുണ്ടാവൂല. അപ്പൊ തസ്ദീഖിന്റെ മുഖാബലയിലുള്ളതാണ് തസവ്വുർ സാദജ്, തസവ്വുർ സാദജിന്റെ മുഖാബലയിലുള്ളതാണ് തസ്ദീഖ്. അപ്പൊ ആ തസവ്വുർ സാദജിൽപ്പെട്ട ഒരു ഇനമാണ് ഏത്? ഈ തസവ്വുർ മഅൽ ഹുക്മ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാ ഫലായിറുൻ, അത് ഫലായിറുൻ, അപ്പൊ അത് വ്യക്തമായതാണ്. അന്നഹു ലൈസ കദാലിക, അത് നിങ്ങൾ പറയുമ്പോൾ ശരിയാവൂല. തസവ്വുർ മഅൽ ഹുക്മ് എന്ന് പറഞ്ഞത് തസവ്വുർ മഅൽ ഹുക്മ് എന്ന് പറഞ്ഞത് തസവ്വുർ സാദജിൽപ്പെട്ടതായ ഒരു കിസ്മാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതിൽപ്പെട്ടൊരു കിസ്മാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഏത്? തസവ്വുർ സാദജിൽപ്പെട്ട ഒരു കിസ്മാണ് ഏത്? തസവ്വുർ മഅൽ ഹുക്മ് എന്ന് പറയാൻ പറ്റൂല. അല്ല. ഇനി വൈനറത്തും ബിഹി, ഈ തസവ്വുർ മഅൽ ഹുക്മ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു അന്നോ ഖിസ്മുൻ മിൻ മുത്ലഖി തസവ്വുരി. കണ്ടില്ലേ? മുത്ലഖു തസവ്വുറിൽ നിന്നാണ്, മുത്ലഖു തസവ്വുറിൽപ്പെട്ട ഒരു കിസ്മാണ് ഏത്? തസവ്വുർ മഅൽ ഹുക്മ്. എങ്ങനെ? മുത്ലഖു തസവ്വുറിൽപ്പെട്ട ഒരു കിസ്മാണ് ഏത്? തസവ്വുർ മഅൽ ഹുക്മ് എന്ന് പറയുകയാണെങ്കിലോ മുസല്ലമുൻ, ശരിയാണ്, അത് നമുക്ക് അംഗീകരിക്കാം. അംഗീകരിക്കുന്നതുകൊണ്ട് പ്രശ്നം വരൂല. പക്ഷെ കാര്യം അങ്ങനെ ആണെങ്കിലും
ലാക്കിൻ കസീമു തസ്ദീഖ്, ലാക്കിൻ പക്ഷേ കാര്യം അങ്ങനാണെങ്കിലും ലാക്കിൻ കസീമു തസ്ദീഖ്, തസ്ദീഖ് എന്നതിന്റെ കസീം ലൈസ, ആ കസീം ആ തസ്ദീഖിന്റെ കസീം അല്ല ലൈസ മുത്ലഖ തസവ്വുരി. കല മുത്ലഖു തസവ്വുർ അല്ല സത്യത്തിലേത് തസ്ദീഖിന്റെ കസീം. പിന്നെ ഏതാണ്? അതായത് തസവ്വുർ സാദജ്, തസവ്വുർ സാദജാണ്, തസവ്വുർ സാദജാണ്. തസ്ദീഖിന്റെ കസീം സത്യത്തിൽ നിങ്ങൾ പറയുമ്പോലെ മുത്ലഖു തസവ്വുർ അല്ല. അങ്ങനെയാണല്ലോ. പിന്നെ ഈ മഷ്ഹൂറായ തക്സീമിനെ സംബന്ധിച്ച് ഇവിടെ പിന്നെ ഇത്തിറാബ് കൊണ്ടുവന്നത്. അപ്പൊ അതിനെപ്പറ്റി വേറൊരു കൂട്ടി ശാരി നിരൂപണം പറയാണ്. മനസ്സിലായത്? നിരൂപണമാണ് സത്യത്തിൽ മറുപടിയാണ്. അപ്പോൾ അവനെ തസ്ദീഖിന്റെ കസീം എന്ന് പറഞ്ഞാല് അത് സത്യത്തിൽ പറഞ്ഞാല് മുത്ലഖു തസവ്വുർ അല്ല, പിന്നെന്താ തസവ്വുർ സാദജാണ്. അങ്ങനെ വരുമ്പോഴോ ഫലായക്കൂന കിസ്മു ഷൈഇ കസീമ, ഒരു വസ്തുവിന്റെ കസീം കസീമാകുക എന്നുള്ള വിഷയം ഇവിടെ വരുന്നില്ല. കാരണം എന്താ? തസ്ദീഖിന്റെ കസീം തസവ്വുർ സാദജാണ്, അതുപോലെ കിസ്മായിട്ടില്ല, അതുപോലെ കിസ്മാകുന്നില്ല. മനസ്സിലായ? അതാണ്. എങ്കിൽ വസ്താനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ എന്താണ്? ഒരു വസ്തുവിന്റെ കസീമ കിസ്മാകുക എന്ന് പറഞ്ഞില്ലേ, അതിന് നിരൂപണം നടത്താൻ പോവാ. അന്നൽ മുറാദ് ബിത്തസവ്വുർ, ഈ തസവ്വുർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം, തസവ്വുർ എന്ന് പറഞ്ഞാല് അതുകൊണ്ടുള്ളതായ ഉദ്ദേശം ഇമ്മൽ ഹുദൂറു ദിഹ്നിയു മുത്ലഖ്, മുത്ലഖായ രൂപത്തിലുള്ള ദിഹ്നിയായ ഹുദൂർ. ദിഹ്നിയായ ഹുദൂർ എന്ന് പറഞ്ഞാല് അവിടെ ഹുക്മില്ല എന്നത് കൊണ്ട് എന്തുണ്ടാവില്ല, കൈതുണ്ടാവില്ല. ദിഹ്നിയായ ഒരു ഹുദൂർ, മുത്ലഖായ രൂപത്തിലുള്ള ഒരു ദിഹ്നിയായിട്ടുള്ള ഹുദൂർ, ഒരു ദീനിയായിട്ടുള്ള ഒരു ഹുദൂർ. അപ്പൊ അവിടെ ഹുക്കം ഇല്ല എന്നുള്ളത് പ്രത്യേക കൈതൊന്നും അവിടെ ഉണ്ടാവില്ല. മനസ്സിലായ? അപ്പൊ ഈ തസവ്വുർ കൊണ്ട് ഒരു ഉദ്ദേശം അങ്ങനെ വെക്കാം, ഏത്? ദീനിയായ ഹുദൂർ. അല്ലെങ്കിൽ അതിൽ മുഖയ്യദ് ബി അദിമുൽ ഹുക്മി, ഈ അദമുൽ ഹുക്മ എന്നത് കൊണ്ടിട്ട് കൈത് കൊടുക്കപ്പെട്ടതായ ഒന്നാണ് ഏത്? തസവ്വുർ, അദമുൽ ഹുക്മ കൊണ്ട്. അപ്പൊ രണ്ട് വായനയായി. ഒന്നാമത്തേത് ഹുദൂറു ദിഹ്നി, മുത്ലഖായ രൂപത്തിലുള്ള ഹുദൂറു ദിഹ്നി. രണ്ടാമത്തത് അദമുൽ ഹുക്മ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ടതായ ഒന്ന്. മനസ്സിലായ? അദമുൽ ഹുക്മ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ടതായ ഒന്ന്. ഇനി ഉദ്ദേശിക്കപ്പെട്ടു ബിഹി, ഈ പറയപ്പെട്ടത് കൊണ്ട്, ഈ പറയപ്പെട്ട തസവ്വുർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു. എന്തിന്? ഹുദൂറു ദിഹ്നി, ദിഹ്നിയായ ഹുദൂറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ, തസവ്വുർ എന്ന് പറഞ്ഞത് കൊണ്ട് ദിഹ്നിയായ ഹുദൂർ ഉദ്ദേശിച്ചു, മുത്ലഖായ രൂപത്തിലുള്ള ദിഹ്നിയായ ഹുദൂറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ലൈസ, അപ്പോൾ ലസിമ ഇൻകിസാമു ശൈഇ ഇലാ നഫ്സിഹി വ ഇലാ ഗൈരിഹി. അവിടെ വിഷയം. അപ്പൊ ലസിമ നിർബന്ധമാവും ഇൻകിസാമു ശൈഇ, ഒരു വസ്തു അംശയമാകുക. ഇവിടെ മക്സം ഇൽമാണ്. അപ്പൊ ഇൽമ് എന്നുള്ളത് അംശയമാവല് വരും. ഇലാ നഫ്സിഹി, അതിന്റെ നഫ്സിലേക്ക്. നഫ്സ് ഏതാ? തസവ്വുർ. കാരണം ഇൽമിന്റെ നഫ്സാണല്ലോ തസവ്വുർ. വൈലാ ഗൈരിഹി, വൈരിലേക്കും പിന്നെ വൈരിലേക്കും എന്താവും? ഇനമായി തിരിയാന്നുള്ളത് തസവ്വുർ മാവുലുക്കും. മനസ്സിലായ? അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞതായ മക്സമ് അതിന്റെ നഫ്സിലേക്കും തക്സീമായി വൈരിലേക്കും തക്സീമായി. അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പോ തസവ്വുർ കൊണ്ട് ഏത് ഉദ്ദേശിക്കാൻ പറ്റൂല? ദിഹ്നിയായ ഹുദൂറിനെ ഉദ്ദേശിക്കാൻ പറ്റൂല. എന്താ കാരണം? ദിഹ്നിയായ ഹുദൂർ എന്ന് പറയുന്നത് അന്നൽ ഹുദൂറ ദിഹ്നിയ, ദിഹ്നിയായ ഹുദൂർ എന്ന് പറയുന്നത്, മുത്ലഖായ രൂപത്തിലുള്ള ദിഹ്നിയായ ഹുദൂർ എന്ന് പറയുന്നത് അത് നഫ്സുൽ ഇൽമ, ഇൽമിന്റെ നഫ്സാണത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വസ്തുവിനെ അതിന്റെ നഫ്സിലേക്കും വയറിലേക്കും ഇൻകിസാമാക്കാൻ പറ്റൂല. എന്നാൽ ഇനി വൈനബി, ഈ പറയപ്പെട്ട തസവ്വുർ എന്ന് പറഞ്ഞുകൊണ്ട് മുഖയ്യദ് ബിൽ ഹുക്മി,
ഹുക്കുമ് അതായത് അതുമുൽ ഹുക്കുമ് കൊണ്ട് മുഖയ്യദായ ഒന്നാണ്. ഏത്? തസവൂർ എന്ന് പറഞ്ഞാൽ മുഖയ്യദാണ്. ഏത് മുഖയ്യദ്? അതുമുൽ ഹുക്കുമ് കൊണ്ട് മുഖയ്യദാണ്. അപ്പൊ അതുമുൽ ഹുക്കുമ് കൊണ്ട് മുഖയ്യദാണെന്ന് പറയുകയാണെങ്കിലോ ഇംതനാഇതിബാറു തസവ്വുരി ബിത്തസ്ദീഖ് പറ്റൂല. കാരണം തസ്ദീഖ് തസവ്വുറിനെ ഇത്തിബാർ ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസ്ദീഖിൽ ഏതിന്റെ ഹുക്കുമുണ്ടല്ലോ. തസ്ദീഖ് എന്ന് പറഞ്ഞ ഹുക്കുമുണ്ടല്ലോ. ഈ ഹുക്കുമുള്ളതായ ഒന്നിൽ ഹുക്കുമില്ലാത്തതിനെ ഇത്തിബാർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തായി വന്ന് പിന്നെ ഈ ഇജ്മാഉൽ അഖീദയിന് വരൂലേ? അപ്പൊ ഇജ്മാഉൽ അഖീദയിന് വരൂലേ? ഈ തസവ്വുർ എന്ന് പറഞ്ഞത് കൊണ്ട് അതായത് അതുമുൽ ഹുക്കുമ് കൊണ്ട് മുഖയ്യദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പൊ ഈ തസവ്വുർ എന്ന് പറഞ്ഞതിന് ഒരിക്കലും തസ്ദീഖിൽ ഇത്തിബാർ ചെയ്യാൻ പറ്റുമോ? സത്യത്തില് ഈ തസ്ദീഖിനെ ഇത്തിബാർ ചെയ്ത് വരുന്നുണ്ട്, തസവ്വുറിനെ ഇത്തിബാർ ചെയ്ത് വരുന്നുണ്ട്. എന്താ കാരണം? ഈ അന്ന അതുമൽ ഹുക്കുമി തീർച്ചയായിട്ടും അതുമുൽ ഹുക്കുമ് എന്ന് പറഞ്ഞത് ഈനയിൽ ആ സന്ദർഭത്തില് ഏത് സന്ദർഭത്തില് അഥവാ ഈ തസവ്വുർ എന്ന് പറഞ്ഞത് കൊണ്ട് അതുമുൽ ഹുക്കുമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതോടുകൂടി തസവ്വുറില് തസ്ദീഖില് തസവ്വുറിനെ ഇത്തിബാർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അഥവാ ആ സമയത്ത് അതുമുൽ ഹുക്കുമ് എന്ന് പറഞ്ഞ വിഷയം യകൂനു മുഅ്തബറ അത് ഇത്തിബാർ ചെയ്യപ്പെടുക എന്നുള്ള വിഷയം വരും. എവിടെ ഇത്തിബാർ ചെയ്യപ്പെടല്? തസവ്വുരി തസവ്വുറിൽ ഇത്തിബാർ ചെയ്യപ്പെടുക എന്നുള്ള വിഷയം വരും. അതാണ് അന്ന അതുമൽ ഹുക്കുമി ഈനയിൻ യകൂനു മുഅ്തബറൻ ബി തസവ്വുരി തസവ്വുറിൽ എന്ത് ചെയ്യും? അതിനെ ഇത്തിബാർ ചെയ്യപ്പെടേണ്ടി വരും. ഇനി വലുക്കാന തസവ്വുർ മുഅ്തബറൻ ബി തസ്ദീഖി തസ്ദീഖില് ഈ തസവ്വുർ എന്നുള്ളതിനെ ഇത്തിബാർ ചെയ്യപ്പെടും. അതാണല്ലോ സത്യത്തിന്. അങ്ങനെ വെക്കുമ്പോയോ അപ്പൊ ലക്കാന അതുമുൽ ഹുക്കുമി ഈ അതുമുൽ ഹുക്കുമ് എന്നുള്ളത് മുഅ്തബറൻ അതായത് ഫീഹി അയ്ള അപ്പൊ അത് തസ്ദീഖിലും ഇത്തിബാർ ചെയ്യുക എന്നുള്ള വിഷയം വരും. അപ്പൊ ആകെ സ്വീപ്പായി മാറി. ഹുക്കുമോ ഏത് സ്ഥിതിയില് ഹുക്കുമാകുന്നത് മുഅ്തബറും ഫീഹി തസ്ദീഖിൽ നമ്മൾ പിന്നെ ഇത്തിബാർ ചെയ്യുന്നത് ഹുക്കുമാണ്, അതുമുൽ ഹുക്കുമിനെ ഇത്തിബാർ ചെയ്യുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ഇത്തിബാറിന്റെ അടിസ്ഥാനത്തില് ഫലസിമ ഇത്തിബാറുൽ ഹുക്കുമി വഅദമിഹി ഫിത്തസ്ദീഖി അപ്പൊ തസ്ദീഖിലെ ഹുക്കുമിനെയും അതുമുൽ ഹുക്കുമിനെയും ഇത്തിബാർ ചെയ്യുക എന്നുള്ള വിഷയം വരും. അപ്പൊ ഇസ്മാവിനെ കഴിഞ്ഞ് അവർ ഒരുമിച്ച് കൂടും. വഅന്നഹു മുഹാൽ അത് മുഹാലാണ്. ഇതൊരു ഇത്തിറാദാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിൽക്കും. മറുപടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വലില്ലാഹിൽ ഹംദ്.